ഹായ് ഫ്രണ്ട്സ്, അനിയൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3 ടിപ്സുകളാണ് കേട്ടോ. നമ്മൾ വെറ്റില വെച്ചിട്ടുള്ള അടിപൊളി ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളൊക്കെ നേരിടുന്ന നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു ജീവിയെ തുരത്താനുള്ള അടിപൊളി സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 വെറ്റില എടുക്കാം. വെറ്റില എല്ലാ കടകളിലും, അത്യാവശ്യം എല്ലാ കടകളിലും അല്ലെങ്കിൽ മരുന്ന് കടകളിലൊക്കെ പോയാലും വെറ്റില കിട്ടും കേട്ടോ. ഒത്തിരി ഗുണമുള്ളതാണ്. ഇത് ചവയ്ക്കുന്ന മാത്രം കൊള്ളില്ല എന്ന് മാത്രമേ ഉള്ളൂ, മുറുക്കാനായിട്ട് കഴിക്കാതിരിക്കുക. പക്ഷേ വേറെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് വെറ്റില ഉപകാരപ്പെടും കേട്ടോ. ഇത് കുറച്ച് ഡാമേജ് ഉണ്ട്, പക്ഷേ ഞാനത് കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ പാടുണ്ട്, വേറെ തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി, എനിക്ക് ടിപ്പ് ചെയ്യാനാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഇത് നിങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. അതാണ് അതിലെ പാട്. അപ്പോൾ നമുക്ക് ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കറുത്തൊന്നും എടുക്കരുത് കേട്ടോ. ഇതിൻ്റെ ഒരു സ്മെല്ല് ശരിക്കും കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വെറ്റില എടുത്തിട്ട് ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇടികല്ലിലേക്കാണ് നമ്മൾ വെറ്റില കീറിയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ 2-3 കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊക്കെ കൈ കൊണ്ടങ്ങ് കീറിപ്പറിച്ചിട്ടേച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തൊക്കെ കടയിലൊക്കെ ഉണ്ട്, 1-2 വെറ്റിലേക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇത് കൂടുതലായിട്ട് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയിപ്പോൾ. പിന്നെ ഇത് മേടിക്കുമ്പോൾ തീരെ ഉണങ്ങിപ്പോയതൊന്നും വാങ്ങരുത്. ഇത്തിരി ഫ്രഷ് ആയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ശരിയാവുള്ളൂ. ഇത് നമ്മൾ ചെയ്യുന്ന എന്താ ടിപ്പെന്ന് പറഞ്ഞാൽ, പല്ലിയെ വീട്ടിലുണ്ടായാലും പരിസര പ്രദേശങ്ങളിലുണ്ടാവില്ല, ചത്തുപോകും കേട്ടോ. സൂപ്പറായിട്ടുള്ള ടിപ്പാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണ്. അപ്പോൾ ഈ ഒരു എണ്ണത്തിൻ്റെ മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം വലുതുള്ളായതുകൊണ്ടാണ്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒരു വെറ്റിലേക്ക് മതി കേട്ടോ നമുക്കൊരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ വാരി ഒരു പാത്രത്തിലേക്ക് ഇടണം. അപ്പോൾ നല്ല രീതിയിൽ അരഞ്ഞൊന്നും കിട്ടണ്ട കേട്ടോ, ഒന്ന് ചതച്ച് കിട്ടിയാൽ അത് ചതയുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ സ്മെല്ലടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ ഇതും വെച്ചിട്ടൊരു സ്പ്രേ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. ആ സ്പ്രേ ഭയങ്കര യൂസ്ഫുള്ളാണേ. അപ്പോൾ ഇതേ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മതി കേട്ടോ ഇടിച്ചിട്ടിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിനകത്തൊക്കെ അതുപോലെ കേട്ടോ വെറ്റിലയുടെ സ്മെല്ല് കയറുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ചെയ്യേണ്ടത് കുറച്ച് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, ഇത്രയും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം ഈ തിളച്ച വെള്ളം തന്നെ എടുക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ വെറ്റിലയുടെ ആ ഒരു സത്തൊക്കെ ശരിക്കും ഈ വെള്ളത്തിലോട്ടാവും. അപ്പോൾ ഇത് നമ്മൾ അരിച്ച് കളഞ്ഞാലും അതിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ഗുണമൊക്കെ ഇതിനകത്ത് നിൽക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്, പല്ലി കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഒരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ പൗഡറും വെറ്റിലയുടെ എല്ലാം കൂടി ആ വെള്ളവും എല്ലാം കൂടി നന്നായിട്ടൊരു മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനുള്ള പല്ലിയെ കൊല്ലാനുള്ള സൊല്യൂഷൻ റെഡിയായിരിക്കണം കേട്ടോ. ഈ ഒരു സ്പ്രേ ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് കഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 2-3 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മോശമൊന്നും വരാതെ നല്ല സ്മെല്ലുണ്ടാവും. ഇതിന് നമ്മൾ ഒഴിച്ചു കൊടുത്ത സാധനം ലൈസോളാണ് കേട്ടോ. ലൈസോളും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു മിക്സ് മതി നമ്മുടെ വീട്ടിലെവിടെയൊക്കെയാണ് പല്ലിശല്യം എന്ന് വെച്ചാൽ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് മാത്രമല്ല കേട്ടോ, അടുത്ത ടിപ്പ് കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്ത ടിപ്പുണ്ടല്ലോ, ആ ടിപ്പ് നമുക്ക് വേണമെങ്കിൽ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ വെറ്റില തന്നെ ചതച്ചെടുത്തിരിക്കണം. നന്നായിട്ട് ഇടികല്ലിലിട്ട് ചതച്ചെടുത്താൽ മതി. ഇടികല്ലിലിട്ട് ചതച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സോപ്പിട്ട് വാഷ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ചതച്ചത് ഇടുക. മാക്സിമം ഒരു ഇലയൊക്കെ എടുത്താൽ മതി കേട്ടോ. ഒരു ഇല വേണം നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട്, ഈ തിളച്ച വെള്ളം ഞാൻ നേരത്തെയും പറഞ്ഞാണല്ലോ, തിളച്ച വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ വെറ്റില ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് വിനെഗറാണ് കേട്ടോ. ഒരു 2 അടപ്പ് അല്ലെങ്കിൽ 2 സ്പൂണ് വിനെഗറൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയേ. വിനെഗറും കൂടി ഇതിനകത്ത് ചേരുമ്പോൾ നല്ലൊരു സംഭവമാണ്. ഈ സാധനം ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ടിപ്സുകളൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ചെയ്ത ഇപ്പോൾ രണ്ടാമത്തെ ടിപ്സുകളൊക്കെ ഈ ലിക്വിഡ് കൊണ്ട് നമുക്കൊന്ന് ഫ്ലോറോ അല്ലെ നമ്മുടെ സ്റ്റൗവിൻ്റെ അവിടെയോ ടൈലോ കിച്ചൺ കബോർഡ്സോ ഒക്കെ നമുക്കൊന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിലും പല്ലിയുടെ ശല്യം ആ ഭാഗങ്ങളിൽ ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഹാർപ്പിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മതി കേട്ടോ, അല്പം മതി ഹാർപ്പിക്കും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഈ മിക്സ് വെള്ളം തണുത്തതിന് ശേഷം അരിച്ചിട്ട് ഒരു ബോട്ടിലേക്ക് ആക്കി നമുക്ക് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം. 2 ദിവസമൊക്കെ ഈ സ്പ്രേ നമുക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഈ കൂടുതൽ ദിവസം നിങ്ങൾ വെച്ചേക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു
ഒരു സ്മെല്ല് മാറി വേറൊരു മോശം സ്മെല്ലാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടും പരിസരമൊന്നും മോശമായൊരു സ്മെല്ലിലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ പറയുന്നത്. ഇനി ഇത് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സും ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കിച്ചൺ കബോർഡോ അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തും കൊടുക്കുക കേട്ടോ, ഇതൊക്കെ ഈ സ്പ്രേ ഒക്കെ യൂസ് ചെയ്ത്. അടുത്തതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ടിപ്പാണ്. മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതും മെയിൻ സംഭവം എന്ന് പറയുന്നത് വെറ്റില തന്നെയാണ്. വെറ്റിലയെ ഞാൻ ചെറിയൊരു കഷ്ണം സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, ചെറിയ 3-4 പീസ് മതി, അത്രയും മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പീസല്ല ഇനി ചതച്ചാണെങ്കിലും അതായാലും കുഴപ്പമൊന്നുമില്ല. ഈ ഇങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞു കഷ്ണങ്ങൾ മതി കേട്ടോ. ഈ സംഭവം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിനകത്തൊക്കെ പ്രാണികളോ അല്ലെ പല്ലിയുടെയൊക്കെ ഒരു ശല്യം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ സ്പ്രേ ഒന്നും ഇല്ല നമ്മുടെ ഇല്ലെങ്കിൽ നമ്മൾ ഒരു 2-3 ദിവസത്തേക്ക് ഈ ഒരു സംഭവം റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ വീടിനകത്ത് മോശമായൊരു സ്മെല്ലും ഉണ്ടാവില്ല, പ്രാണികളുടെയോ അല്ലെങ്കിൽ പല്ലികളുടെയോ ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ ശരിക്കും ഇത് വലിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുക. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് വേറെ വെച്ചതുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ വീട്ടിൽ കാണിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സംഭവം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഇനി 1-2 സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഇനി ചേർക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല, നമ്മളൊക്കെ ഡ്രസ്സൊക്കെ മുക്കാൻ സ്റ്റിഫാൻ ഷൈനൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ സ്റ്റിഫാൻ ഷൈനാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പാക്കറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന പശ, അത് ഏതാണോ നല്ലൊരു സ്മെല്ലുള്ളത് ഏതാണോ നോക്കിയിട്ടിട്ടാൽ മതി. ഇപ്പോൾ ഇതില്ല എങ്കിൽ നിങ്ങളൊരു ഷാമ്പൂ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഷാമ്പുവോ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരല്പം ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു പൊടിക്ക് വിനെഗർ കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ സ്മെല്ലിനെ ഒന്നും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിനെഗർ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു തുള്ളി വിനെഗറും കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത്രയും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം റെഡി ആയിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയ പാത്രത്തിലോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ടൊരു പാത്രത്തിലൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. വീടിൻ്റെ അകം എല്ലാ ബാഡ് സ്മെല്ലും കളഞ്ഞ് നല്ലൊരു സ്മെല്ലും തരും. പ്രാണികളോ പല്ലികളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന 3 ടിപ്സുകളാണ് വെറ്റില വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത ഒരു കടയിൽ 1-2 വെറ്റിലയൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ.